200 വർഷം മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഗോത്രം, കുറച്ച് മത്സ്യബന്ധന ബോട്ടുകൾ, പിന്നെ കുറച്ച് ഈന്തപ്പന മരങ്ങളും. പക്ഷേ ഇന്ന് ഈ മരുഭൂമിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ തറപാകിയിരിക്കുന്നത്. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഈ മരുഭൂമിയിലാണ്. ശരിക്കും ഇതൊക്കെ സാധ്യമാണോ, അതോ ദുബായ് എന്നത് ഒരു മിഥ്യയോ? ഇന്ന് ഈ മരുഭൂമി ലോകരാജ്യങ്ങളോട് മത്സരിക്കുന്ന രീതിയിലേക്ക് വളർന്നത് എങ്ങനെ? അതിനുള്ളിലെ പിന്നിലെ രഹസ്യം എന്ത്? വരൂ നമുക്ക് കണ്ടെത്താം. ദ സ്റ്റോറി ബിഗൻസ് ഹിയർ. നോക്കൂ, ഈ ദുബായ് ക്രീക്കിന്റെ തീരത്തു നിന്നാണ് എല്ലാം ഇവിടെ തുടങ്ങിയത്. 1830 വെറും 800 പേര് മാത്രമുള്ള ഗോത്രം ഇവിടെ താമസം തുടങ്ങി. മത്സ്യബന്ധനവും മുത്തുശേഖരണവുമായിരുന്നു അവരുടെ പ്രധാന ജീവിതമാർഗം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദുബായ് ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു ഗോത്രമായിരുന്നില്ല. 1800-ന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അവർ ബ്രിട്ടീഷുകാരുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ പതിയെ ഇവിടെ ഒരു തുറമുഖം രൂപപ്പെട്ടു. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മുത്തുകളും മത്സ്യങ്ങളും കൊണ്ട് മാത്രം എത്ര കാലം മുന്നോട്ട് പോകും? ഒരു നഗരം ഒന്നുമില്ലാതെ എങ്ങനെ എന്തെങ്കിലും ആകും? ഈ സൂക്കിലെ തിരക്ക് കണ്ടോ നിങ്ങൾ? 1900-ന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഏതാണ്ട് 350ഓളം കടകൾ ഉണ്ടായിരുന്നു. അന്ന് ദുബായ് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്നാണ് മുത്തുകൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെട്ടത്. പക്ഷേ 1930-ൽ ഒരു മാന്ദ്യം വന്നു. ജപ്പാന്റെ കൾച്ചേർഡ് പേൾസ് വന്നതോടുകൂടി ദുബായിയുടെ മുത്തു കയറ്റുമതി പാടെ നിലച്ചു. ദുബായ് വീണ്ടും പട്ടിണിയിലേക്ക് മാറി. മുത്തു വ്യാപാരം നിലച്ചതോടുകൂടി പട്ടിണിയിലായ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരണം. ആ ഒരു സ്വപ്നം ഷെയ്ഖ് റാഷിദിന്റെ സ്വപ്നം. Dubai, the most modern city in the third world, was created by one man, His Highness Sheikh Rashid Al Maktoum, the builder of Dubai. 1966 ദുബായിയുടെ തലവര മാറ്റിക്കുറിച്ച വർഷമായിരുന്നു. ദുബായിൽ എണ്ണശേഖരം കണ്ടെത്തി. പക്ഷേ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ദുബായിയുടെ എണ്ണശേഖരം വളരെ കുറവായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഷെയ്ഖ് റാഷിദിന്റെ മറുപടി ഇതായിരുന്നു: വ്യാപാരമാണ് നമ്മുടെ എണ്ണ. 1970-ലെ പോർട്ട് റാഷിദ്, 1979-ൽ പോർട്ട് ജബൽ അലി, 1985-ൽ എമിറേറ്റ്സ് എയർലൈൻസ്. ഇവ മൂന്നും ദുബായിയെ ലോകരാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 1990-കളിൽ ദുബായിയുടെ സ്വപ്നം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു രാജ്യമായി മാറുക എന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബുർജ് അറബ്, പാം ജുമേറ, ബുർജ് ഖലീഫ. ഒരു ദശാബ്ദം കൊണ്ട് ദുബായ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു ഐക്കോണിക് സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2008-ൽ ലോകം സാമ്പത്തിക മാന്ദ്യത്തിൽ തകർന്നടിഞ്ഞപ്പോൾ ദുബായും ഒരുപക്ഷെ തകർന്നേക്കാമായിരുന്നു. പക്ഷേ ലോകത്തിന് മുന്നിൽ ട്രേഡും ടൂറിസം എന്ന 2 വാതിലുകൾ തുറന്നു വെച്ച് ദുബായ് ആ പ്രതിസന്ധിയെ മറികടന്നു. 2010-ന് ശേഷം ദുബായ് വെറുതെ ഇരുന്നില്ല. എക്സ്പോ 2020, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, സോളാർ പാർക്ക്. ദുബായ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറാണ്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം: ഒരു നഗരത്തിന് എത്ര ഉയരത്തിൽ വരെ പറക്കാൻ പറ്റും? 1833 മുതൽ 2025 വരെ ദുബായ് ഒരു മണൽക്കാടിൽ നിന്ന് ലോകത്തിന്റെ അത്ഭുതമായി മാറി. പക്ഷേ ഇത് വെറും കെട്ടിടങ്ങളുടെ കഥയല്ല, ഇത് ഒരു സ്വപ്നത്തിന്റെ കഥയാണ്. ഷെയ്ഖ് റാഷിദിന്റെയും അദ്ദേഹത്തിന്റെ മകനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെയും കഥ, അവരുടെ സ്വപ്നങ്ങളുടെ കഥ, ഇവിടെ ജോലിയെടുത്ത അനേകായിരങ്ങളുടെ സ്വപ്നങ്ങളുടെ കഥ. ഇനി നിങ്ങൾ പറ, ദുബായിൽ വരും കാലങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.